ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് നിങ്ങൾക്ക് ലാബ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഓൺലൈൻ കോഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റിലൂടെ ജസ്റ്റ് സി പ്രോഗ്രാം എന്താണ് ഇത്രയും ദിവസം നമ്മൾ തിയറി വൈസ് എന്തൊക്കെയൊക്കെയോ പഠിച്ചു. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്നൊന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് ഓൺലൈനിലൂടെ ആക്സസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ലിങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈറ്റിലേക്ക് കയറി ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോഡിങ് എഴുതി കൊടുക്കാനുള്ള സ്ക്രീൻ കാണാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം, അതായത് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് നമ്മുടെ സിസ്റ്റത്തിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ഹലോ, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇമെയിലൊക്കെ ഉള്ളതാണ് അല്ലേ? ഇമെയിൽ നമ്മൾ മെയിൽ ഐ ഡി ഒക്കെ അടിച്ച് ലോഗിൻ ചെയ്യുമ്പം ഹായ് എന്ന് പറഞ്ഞ് നമ്മുടെ പേരും കൂടെ എപ്പോഴും മെസ്സേജായിട്ട് വരും ഇല്ലേ? ഹായ്, വെൽക്കം ടു എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം, നമ്മളൊരു സി പ്രോഗ്രാം എഴുതുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു സി പ്രോഗ്രാം എഴുതുക. അതിനകത്ത് എന്താ ചെയ്യുന്നത്, ഒരു മെസ്സേജ് ഹായ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഇത്ര മാത്രം. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ സ്ക്രീൻ കാണുന്നത് പലരും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഹെഡർ ഫയൽ. ഓക്കെ, ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ കീവേഡുകളൊക്കെ നമ്മുടെ സി ലാംഗ്വേജിലുണ്ട്. ആ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ്ങും കീവേഡ്സും ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഫയലുകളുണ്ട്. ആ ഫയലുകളെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മീനിങ് കമ്പൈലറിന് മനസ്സിലാകത്തുള്ളൂ. കമ്പൈലർ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാ. കമ്പൈലറാണ് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ലാംഗ്വേജാക്കി മാറ്റുന്നത്. അപ്പോൾ കമ്പൈലറിന് അത് മനസ്സിലാകണമെങ്കിൽ ആ ഓരോ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും എവിടെ കൊണ്ടുവരണം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്ക്രീനിൽ നോക്കുക, #include stdio.h കണ്ടോ? ആ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അതുകൊണ്ടാണ് .h എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, stdio എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താൻ സ്റ്റാൻഡേർഡായിട്ട് വേണ്ട എല്ലാ ഫങ്ഷൻസും കീവേഡ്സും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലാണ് stdio.h. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ഫങ്ഷൻ ആയതുകൊണ്ടാണ് രണ്ട് പാരന്തസിസ് അതിനുശേഷം വന്നിരിക്കുന്നത്. മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അഥവാ അത് റൺ ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിൽ നിന്ന്. മെയിൻ ഫങ്ഷൻ കണ്ടാൽ മാത്രം അതിനുള്ളിലുള്ള പോർഷനാണ് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം കമ്പൈലർ ആദ്യം നോക്കുക മെയിൻ ഫങ്ഷൻ എവിടെയെന്നാണ്, എന്നിട്ട് ആ മെയിൻ ഫങ്ഷൻ ഉള്ളിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മെയിൻ ഫങ്ഷൻ കണ്ടു. അതിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്, പ്രിൻ്റ് എഫ്. അപ്പം നമ്മൾ കീവേഡ് പഠിച്ചപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, എന്തെങ്കിലും ഒന്നിനെ, ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കമാൻഡാണ് പ്രിൻ്റ് എഫ്. അപ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് പാരന്തസിസിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മുടെ ഇൻ്റർഫേസ്, ഈ സ്ക്രീനിൽ കാണുന്ന ഇൻ്റർഫേസിൽ നോക്കുക, അതിനകത്ത് മുകളിലൊരു പാർട്ടുണ്ട്, താഴെ ഒരു പാർട്ടുണ്ട്. താഴെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആകുന്നത്. മുകളിൽ നമ്മൾ കോഡ് എഴുതി കൊടുക്കുന്നു, അത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് താഴത്തെ സ്ക്രീനിലാണ്. ഓക്കെ, നമ്മൾ സിസ്റ്റത്തെ ചെയ്യുമ്പോൾ ഇതിന് ചെറിയ വ്യത്യാസം വരും, കുഴപ്പമില്ല. റെഗുലർ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. stdio.h അത് ഹെഡർ ഫയലാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ മെയിൻ ഫംഗ്ഷൻ, അവിടെയാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ പ്രിൻ്റ് എഫ്, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കമാൻഡാണ് പ്രിൻ്റ് എഫ്. ഇനി ആ ഇൻറ്റ് എന്തിനാണ്, അല്ല റിട്ടേൺ 0 എന്തിനാണ്, അതൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കാം. അതൊക്കെ അവിടെ തന്നെ കീപ്പ് ചെയ്ത് വേണം നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് റൺ ചെയ്യുവാണ്. റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ടോപ്പിൽ റൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, നിങ്ങൾ സ്ക്രീൻ ഒന്ന് ഡ്രാഗ് ചെയ്താൽ കാണാം, റൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ
ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈലിങ് റണ്ണിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് വരും. എന്നിട്ട് താഴത്തെ സ്ക്രീനിൽ എന്ത് കാണാം? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, നമുക്കിനി അതിനെ ഒന്ന് ജസ്റ്റ് ആ മെസ്സേജ് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഹലോ വേൾഡ് മാറ്റി ഞാൻ അവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കമ്പൈലിങ് റണ്ണിങ് ആയി. കണ്ടോ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്കവിടെ ഡിസ്പ്ലേ ആവും. ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് വന്നു? ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് വന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രിൻ്റ് എഫും കൂടെ ഇടാം. അപ്പോൾ പ്രിൻ്റ് എഫ് എന്തിനാണെന്ന് നമ്മൾ പഠിച്ചു. എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് എഫ് പാരന്തസിസ് ഡബിൾ കോട്ട്സ് ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഉറപ്പായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ